നമുക്ക് 38ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. താം കസ്യാംചിത് ഭവനവലഭൗ സുപ്തപാരാവതായാം നീത്വാ രാത്രിം ചിരവിലസനാത് ഖിന്ന വിദ്യുത്കളത്ര ദൃഷ്ടേ സൂര്യേ പുനരപി ഭവാൻ വാഹയേദധ്വശേഷം മന്ദായന്തേ ന ഖലു സുഹൃദാമഭ്യുപേതാർത്ഥകൃത്യാ. ഇതാണ് 38ാമത്തെ ശ്ലോകം. അപ്പോൾ ഇവിടെ പദച്ഛേദം നോക്കി നോക്കൂ. താം കസ്യാംചിത് ഭവനവലഭൗ സുപ്തപാരാവതായാം നീത്വാ രാത്രിം ചിരവിലസനാത് ഖിന്ന വിദ്യുത്കളത്ര ദൃഷ്ടേ സൂര്യേ പുനഃ അപി ഭവാൻ വാഹയേദ് അധ്വശേഷം മന്ദായന്തേ ന ഖലു സുഹൃദാം അഭ്യുപേതാർത്ഥകൃത്യാ എന്ന് പദച്ഛേദം. ഇവിടെ മന്ദായന്തേ എന്ന ഒരു ക്രിയാരൂപമുണ്ട്, അതുപോലെ വാഹയേദ് എന്ന മറ്റൊരു ക്രിയാരൂപവും ഉണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് അന്വയം വരിക നോക്കാം. ചിരവിലസനാത് വിദ്യുത്കളത്ര സഹ വിദ്യുത്കളത്രഃ ഭവാൻ സുപ്തപാരാവതായാം കസ്യാംചിത് ഭവനവലഭൗ താം രാത്രിം നീത്വാ സൂര്യേ ദൃഷ്ടേ പുനഃ അപി അധ്വശേഷം വാഹയേത് എന്ന് ആ പൂർവാർദ്ധത്തിൻ്റെയും മൂന്നാമത്തെ വരിയുടെയും ചേർത്തുള്ള അന്വയം വരും. ഒന്നും കൂടി നോക്കാം. ചിരവിലസനാത് ഖിന്ന വിദ്യുത്കളത്ര ഭവാൻ സുപ്തപാരാവതായാം കസ്യാംചിത് ഭവനവലഭൗ താം രാത്രിം നീത്വാ സൂര്യേ ദൃഷ്ടേ പുനഃ അപി അധ്വശേഷം വാഹയേത്. ഇനി അടുത്ത അവസാനത്തെ വരി ആ പറഞ്ഞതിനെ സമർത്ഥിക്കുകയാണ്. സുഹൃദാം അഭ്യുപേതാർത്ഥകൃത്യാ ന ഖലു മന്ദായന്തേ. സുഹൃദാം അഭ്യുപേതാർത്ഥകൃത്യാ ന ഖലു മന്ദായന്തേ. ഇവിടെ എന്താണ് ശ്ലോകത്തിന്റെ ആശയം എന്നുണ്ടെങ്കിൽ, ചിരവിലസനാത് ഖിന്ന വിദ്യുത്കളത്ര ഭവാൻ. ഭവാൻ എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മേഘത്തിന്. ഭവാൻ കീദൃശഃ ഭവാൻ? ഖിന്ന വിദ്യുത്കളത്ര ഭവാൻ. വിദ്യുതാകുന്ന കളത്രത്തോടു കൂടിയ അങ്ങ്. അപ്പോൾ എങ്ങനെയുള്ള കളത്രമാണ് വിദ്യുത്ത്? ഖിന്ന വിദ്യുത്കളത്ര, ഖിന്നയായ അല്ലെങ്കിൽ ഖിന്നമായ വിദ്യുത് കളത്രത്തോടു കൂടിയ അങ്ങ്. കളത്രം എന്നുള്ളത് നപുംസകലിംഗം ആയതുകൊണ്ടാണ് ഖിന്നം വിദ്യുത് കളത്രം എന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ വിദ്യുതാകുന്ന കളത്രം ഖിന്നമായിരിക്കുന്ന അങ്ങ്, അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് അത് വന്നത്? എങ്ങനെയാണ് ഇത്ര ഖിന്നയായി തീർന്നത് ഭവാന്റെ കളത്രം? ചിരവിലസനാത്, വളരെ കാലം ഇങ്ങനെ സ്ഫുരിച്ചതുകൊണ്ട്. ഇപ്പോ രമണവസതിയിലേക്ക് പോകുന്ന യോഷിത്തുകൾക്ക് മാർഗം കാണിച്ചു കൊടുക്കാനായി പല പ്രാവശ്യം അങ്ങ് അത് വിദ്യുത്ത് കൊണ്ട് ഉള്ള വെളിച്ചം കാണിച്ചു കൊടുക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അപ്രകാരം ഖിന്ന വിദ്യുത് കളത്രനായ അങ്ങ് അതുകൊണ്ട് പലതവണ ഇങ്ങനെ പ്രകാശം മിന്നിച്ച് ക്ഷീണിതയായ പത്നിയോടുകൂടിയ അങ്ങ് എന്ന് അർത്ഥം. എന്താ ചെയ്യേണ്ടത്? കസ്യാംചിത് ഭവനവലഭൗ, ഏതെങ്കിലും ഒരു ഭവനത്തിന്റെ വലഭിയിൽ, അത് എങ്ങനെയുള്ളതാണ്? സുപ്തപാരാവതായാം കസ്യാംചിത് ഭവനവലഭൗ, സുപ്തങ്ങളായ പാരാവതങ്ങൾ. പാരാവതം എന്ന വാക്കിന് കളരവങ്ങൾ എന്നർത്ഥം. കളകള ശബ്ദങ്ങൾ. ഈ കളകള ശബ്ദങ്ങൾ ആരുടേതാണ്? കപോതങ്ങളുടേതാണ്. പ്രാവുകളുടെ ആ കുറുകുന്ന ആ ശബ്ദം ഉണ്ടല്ലോ, അത് സുപ്തങ്ങളായിപ്പോയി, എന്നുവെച്ചാൽ അത് നിന്നു. അപ്പോൾ പ്രാവുകളൊക്കെ രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞു. അങ്ങനെയുള്ള സുപ്തപാരാവതായാം കസ്യാംചിത് ഭവനവലഭൗ,
ഏതെങ്കിലും ഒരു ഭവന വലഭിയിൽ, വലഭി എന്ന വാക്കിന് ഈ വീടിന്റെ മുകൾ ഭാഗത്തുള്ള മച്ച് പോലെയുള്ള ആ ഭാഗം ഉണ്ടാവില്ലേ, അതിനെയാണ് ഗൃഹാച്ഛാദന ഉപരിഭാഗം എന്നാണ് വലഭി എന്ന വാക്കിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മേൽക്കൂരയുടെയും ആ മച്ചിന്റെയും ഇടയിലുള്ള ഭാഗം, അവിടെയാണല്ലോ സാധാരണ പ്രാവുകൾ ഇരിക്കുക. അപ്പോൾ ആ ഭവനവലഭൗ കസ്യാംചിത് ഭവനവലഭൗ രാത്രിം നീത്വാ, രാത്രിയെ കഴിച്ചു കൂട്ടിയിട്ട്. അപ്പൊ അവിടെയാണ് അങ്ങ് രാത്രി കഴിച്ചു കൂട്ടേണ്ടത്. ഏതെങ്കിലും ഒരു ഗൃഹത്തിന്റെ മട്ടുപ്പാവിൽ അങ്ങ് രാത്രികാലം കഴിച്ചു കൂട്ടി പത്നിയോടുകൂടി ദൃഷ്ടേ സൂര്യേ, സൂര്യനെ കാണുന്ന അവസരത്തിൽ തന്നെ പുനഃ അപി, വീണ്ടും അധ്വശേഷം വാഹയേത്, അധ്വശേഷത്തെ വഹിക്കണം. ബാക്കിയുള്ള അധ്വശേഷം, പോകാനുള്ള ബാക്കിയുള്ള മാർഗത്തെ വാഹയേത്, വഹിക്കണം എന്ന് പറഞ്ഞാൽ ധരിക്കണം, യാത്ര തുടങ്ങണം എന്നർത്ഥം. കാരണം സുഹൃദാം അഭ്യുപേതാർത്ഥകൃത്യാ നഖലു മന്ദായന്തേ, സുഹൃത്തുക്കളുടെ അഭ്യുപേതാർത്ഥകൃത്യന്മാരായ ജനങ്ങൾ, അഭ്യുപേതങ്ങളായ അർത്ഥങ്ങളെ സാധിപ്പിക്കുന്ന ജനങ്ങൾ, സുഹൃത്തുക്കൾക്ക് വേണ്ട വിഷയങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ജനങ്ങൾ നഖലു മന്ദായന്തേ, ഒരിക്കലും മന്ദിപ്പിക്കാറില്ലല്ലോ, ഒരിക്കലും വിളംബം വരുത്താറില്ല. സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർ എപ്പോഴും ഊർജ്ജസ്വലരായി പ്രവർത്തിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ സൂര്യേ ദൃഷ്ടേ എന്നത് സതിസപ്തമിയാണ്. അതുപോലെ അഭ്യുപേതാർത്ഥകൃത്യാ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ നോക്കി വെക്കണം. അഭ്യുപേത സുഹൃദാർത്ഥ ഇത്യർത്ഥ എന്ന വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. ഖലു ന മന്ദായന്തേ ഖലു ന മന്ദാ ഭവന്തി ഹി, ഖലു എന്ന വാക്കിന് ഇവിടെ ഹി എന്നർത്ഥം. അപ്പോൾ അവരൊരിക്കലും വിളംബം വരുത്താറില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യോഷിത്തുക്കൾക്ക് വേണ്ട വെളിച്ചം കൊടുത്തു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീടിന്റെ മട്ടുപ്പാവിൽ താങ്കൾ പത്നിയോടൊന്നിച്ച് രാത്രികാലം കഴിച്ചു കൂട്ടണം. സൂര്യനെ ദർശിക്കുന്ന അവസരത്തിൽ തന്നെ വീണ്ടും ബാക്കിയുള്ള യാത്ര തുടരണം. കാരണം സുഹൃത്തുക്കൾക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും ആലസ്യം കാണിക്കാറില്ല, വിളംബം വരുത്താറില്ല. സുഹൃത്തുക്കളുടെ കാര്യസാധ്യത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും വിളംബം വരുത്താറില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വാക്കുകളും നല്ലോണം വായിച്ച് വ്യാഖ്യാനം നോക്കി അർത്ഥം മനസ്സിലാക്കാം. ഓക്കെ, ഇത് 38-ാമത്തെ ശ്ലോകം.